ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇപ്രാവശ്യത്തെ ജയന്തി 170ാമത് ജയന്തി ദിനം വരുന്നത് നമ്മൾക്ക് ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. അത് പറയാൻ കാരണം ചിങ്ങമാസത്തിൽ തിരുവോണം കഴിഞ്ഞിട്ടാണ് സാധാരണ ജയന്തി നമ്മൾ ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യം തിരുവോണത്തിന് മുൻപ് തന്നെയാണ് നമ്മൾ ചതയ നക്ഷത്രം എടുത്ത് അത് ആഘോഷിക്കുന്നത്. കാരണം കന്നിമാസത്തിലെ ചതയം നമ്മൾ ജയന്തിക്ക് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ 170ാമത് ജയന്തി ഇപ്രാവശ്യം തിരുവോണത്തിന് മുൻപ് വരുന്ന ചതയ ദിനത്തിൽ നമ്മൾ എടുക്കുകയാണ്. ഗുരുവിൻ്റെ ജനനം, ഗുരുവിൻ്റെ അവതാരം കേരള ചരിത്രത്തിൽ, കേരള നവോത്ഥാനത്തിന് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും അതിനെക്കുറിച്ചുള്ള ചിന്തകളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രമാത്രം ചർച്ച ചെയ്യുന്ന ഒരു മഹാത്മാവ്, ഏതെല്ലാം രീതിയിലാണ് ഗുരുവിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗുരുവിൻ്റെ യഥാർത്ഥത്തിലുള്ള തനതായിട്ടുള്ള ഭാവത്തെ, വ്യക്തിത്വത്തെ പലപ്പോഴും ശരിയായ രീതിയിൽ വെളിപ്പെടുത്തുവാൻ പലർക്കും സാധിക്കുന്നില്ല. അത്രമാത്രം പൂർണ്ണത, അത്രയും പരിപൂർണമായി കാര്യങ്ങളെ അവതരിപ്പിക്കുകയും അതേപോലെ തന്നെ എല്ലാവർക്കും മാതൃകയായി ജീവിക്കുകയും ചെയ്ത ഒരു മഹാത്മാവ്. അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളൊന്നും തന്നെയില്ല. സാഹിത്യരംഗത്താണെങ്കിലും ഭൗതികമായിട്ടുള്ള മനുഷ്യൻ്റെ പുരോഗതിക്കാണെങ്കിലും ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിക്കാണെങ്കിലും ഏത് തലത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഗുരു മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തനതായ ഒരു വ്യക്തിത്വം, ഒരു പുതിയ രീതി നമ്മൾക്ക് തുറന്ന് നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പോലും ഗുരുവിന് പരിപൂർണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. പക്ഷെ ആ തലത്തിലേക്ക് സമൂഹം വളർന്നിട്ടില്ല, അല്ലെങ്കിൽ വളരുന്നില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ഗുരു ചിന്തിച്ച ആ തലത്തിലേക്ക് അത്രമാത്രം അഡ്വാൻസായി ചിന്തിക്കുവാൻ ഒരുപക്ഷെ സമൂഹത്തിന് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ തേടി പോകുമ്പോൾ പലപ്പോഴും മുൻവിധികളാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ശ്രീനാരായണ ഗുരു എന്ന് കേൾക്കുമ്പോൾ തന്നെ മുൻവിധിയോടുകൂടിയാണ് ഗുരുവിനെ സമൂഹത്തിലെ വ്യക്തികൾ സമീപിക്കുന്നത്, മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അത് തന്നെ വലിയൊരു ന്യൂനതയാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ വ്യക്തിത്വം, ഗുരു എന്തിനു വേണ്ടിയാണ് ഇവിടെ അവതരിച്ചത്, ഗുരുവിൻ്റെ ജന്മ ഉദ്ദേശം എന്തായിരുന്നു, ഏത് മഹാത്മാവ് ഇവിടെ ജനിക്കുമ്പോഴും, ഏത് ഉന്നത തലത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ സമൂഹത്തിൽ, രാജ്യത്തായാലും രാജ്യത്തിന് പുറത്തായാലും മാനവരാശിക്ക് വേണ്ടിയാണ് അവരെല്ലാം നിലകൊള്ളുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ഈ മാനവരാശിയുടെ ഒരു ചെറിയ സർക്കിളിൽ മാത്രമല്ല, ഈ ലോകത്തെ തന്നെ ഒരു ഒന്നായി കണ്ടുകൊണ്ട്
അതിൽ വസിക്കുന്ന മനുഷ്യർക്കെല്ലാവർക്കും ഒരേപോലെ സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനം എങ്ങനെ നമ്മൾക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും? അതിനുള്ള ഒരു രൂപരേഖ ആണ് ഗുരു നമ്മൾക്ക് നൽകിയത്, മാനവരാശിക്ക് നൽകിയത്. പക്ഷേ ആ ഒരു രൂപരേഖ ഗുരു നമ്മൾക്ക് നൽകിയപ്പോഴും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഉള്ള ഒരു മാനസികാവസ്ഥ, ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു ഉണർവ് ഇന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ബൗദ്ധികമായിട്ടുള്ള ഒരു ഉണർവിനോടൊപ്പം തന്നെ ഹൃദയവിശാലത കൂടി നമുക്ക് ആവശ്യമാണ്. മുൻവിധിയോടുകൂടി നമ്മൾ ഒന്നിനെയും കാണാതിരിക്കുക. ഇപ്പോൾ ഗുരുവിൻ്റെ ഈ ജയന്തി നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ സമഗ്രമായ തലത്തിൽ വേണം ഗുരുവിൻ്റെ പരിപൂർണമായിട്ടുള്ള വ്യക്തിത്വത്തെ നമ്മൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് വേണം അതെല്ലാം ആഘോഷിക്കുവാൻ. ഇങ്ങനെ ഒരു മഹാത്മാവ്, ഇത്രയും പരിപൂർണനായ ഒരു മഹാത്മാവിനെ നമ്മൾക്ക് വേറെ കാണാനും ബുദ്ധിമുട്ടാണ്. തീർച്ചയായും ആ ഒരു ഗരിമ ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുവിൻ്റെ ജയന്തി ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.